Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ആ ടീച്ചറെ കാണാം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഒരു പ്രയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ആരാ പ്രയർ ചെയ്യുന്നേ? ഞാൻ പാടാം, ma'am. ഓക്കെ. Good morning. Bless us, Good Lord, morning. throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് എടുക്കാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്റർ ആണ് കേട്ടോ. യൂണിറ്റ് 9 ടെൻഡൻസീസ് ഓഫ് മാൻ. കാണുന്നുണ്ടോ? Yes, ma'am. ആദ്യം ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം. ദെൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. Hello. ചാപ്റ്ററാ യൂണിറ്റ് 9 ആണ് ടെൻഡൻസീസ് ഓഫ് മാൻ. യൂണിറ്റ് 9. ഇൻട്രൊഡക്ഷൻ വായിച്ചതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. വായിക്കട്ടെ മാം. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി. ജസ്റ്റ് മൈൻഡിൽ റീഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. നമ്പർ എത്രയാണ്? യൂണിറ്റ് 9 ആണ് കേട്ടോ. ടെൻഡൻസീസ് ഓഫ് മാൻ. പേജ് നമ്പർ പേജ് നമ്പർ ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ മോളെ. പേജ് നമ്പർ കൊടുത്തിട്ടില്ല. 146. 146 ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല വായിച്ചു കഴിഞ്ഞാല്. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറയട്ടെ? പറഞ്ഞോട്ടെ? Yes, ma'am. അതായത് ടെൻഡൻസീസ് ഓഫ് മാൻ, അതിനകത്തോട്ട് വരുന്നതിന് മുമ്പ് അവിടെ മരിയ മോണ്ടിസോറി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ലോക സമാധാനത്തെ കുറിച്ച്, അതായത് വേൾഡ് മൊത്തം പീസ്ഫുൾ ആകുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ എല്ലാവരും സമാധാനത്തോടെ എന്താണ് ജീവിക്കാൻ വേണ്ടിയിട്ട് മോണ്ടിസോറി ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതില് പ്രധാനമായിട്ടും പറയുന്നത് മനുഷ്യന്റെ പ്രശ്നങ്ങൾ, അതായത് ഹ്യൂമൻസ് ആവുമ്പോൾ ധാരാളം പ്രോബ്ലംസ് മനുഷ്യന്മാർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ സൊസൈറ്റിയെ കുറിച്ച് ധാരാളം ധാരണ വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ അറിയാനായിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറയാനായിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്? മരിയ മോണ്ടിസോറി ശ്രമിക്കുന്നുണ്ട്. ലോക സമാധാനത്തെ കുറിച്ച്, അതുപോലെ തന്നെ വേൾഡ് മുഴുവൻ, അതായത് മനുഷ്യന്റെ പ്രശ്നങ്ങള്, മനുഷ്യ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങള്, ഇതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് മരിയ മോണ്ടിസോറി ശ്രമിക്കുന്നുണ്ട്. ഇത് പറയാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ കുട്ടികളിലൂടെ പരീക്ഷണം നടത്തിയിട്ട് പറയാനാണ് അവർ ശ്രമിക്കുന്നത്. നമുക്കറിയാം, അതായത് നമ്മുടെ ഫസ്റ്റ് നിങ്ങളുടെ MTD ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും ചിലപ്പോ.
ലോക സമാധാനം, സന്തോഷം, ഇതൊക്കെയാണ് മരിയ മോണ്ടിസോറി ആഗ്രഹിച്ചത്. അപ്പൊ അവര് ഈ ഒരു പ്രത്യേക കാര്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളിലാണ് എന്ത് ചെയ്തത്, പരീക്ഷണം ആരംഭിച്ചത്. കുറെ കാര്യങ്ങളിൽ എന്ത് ചെയ്തു, കുട്ടികളിൽ അവർ എക്സ്പെരിമെന്റ് നടത്തി. അപ്പോ ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം കുട്ടികളെ എടുത്തു. എന്നിട്ട് അവരെ എന്ത് ചെയ്തു, കുറെ നാളിങ്ങനെ ഒബ്സർവ് ചെയ്തു. ഒബ്സർവ് ചെയ്തതിന് ശേഷം സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങള് എന്തൊക്കെയാണെന്ന് അവര് കണ്ടുപിടിക്കാണ് ഉണ്ടായത്. ഓക്കെ. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കുട്ടികൾക്ക് എന്തിനാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? അത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മനുഷ്യരെന്ന് പറയുന്നത് ധാരാളം ആളുകളുണ്ട്. അതായത് നമുക്കിപ്പോ ഒരു കൊച്ചു കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന ആളുകളല്ല, അല്ലെ? വേൾഡിൽ ധാരാളം ആളുകളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള നാടുകളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള റിലീജിയൻ ഉണ്ട്, വംശമുണ്ട്, പാരമ്പര്യം, ട്രഡീഷൻ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും മനുഷ്യൻ സാധാരണയായിട്ട് ചില പ്രവണതകൾ കാണിക്കുന്നുണ്ട്, ചില ടെൻഡൻസീസ് കാണിക്കാറുണ്ട്. ആ ടെൻഡൻസികളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഏകദേശം ഒരു ധാരണ കിട്ടിയോ? ഒന്നോടെ പറയാവോ മാം? അതായത് ഒന്നുകൂടി ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. മരിയ മോണ്ടിസോറി എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്? അതൊന്ന് പറഞ്ഞു ആരെങ്കിലും. ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണോ? ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ മനുഷ്യരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന ടെൻഡൻസീസ് അല്ലെങ്കിൽ പ്രവണതകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരാരെയാണ് പരീക്ഷണത്തിന് വിധേയരാക്കിയത്? ആരെയാണ് പരീക്ഷിച്ചത്? കുട്ടികളെ എടുത്ത് കുറെ നാൾ എന്ത് ചെയ്തു, കുട്ടികളിൽ പരീക്ഷണങ്ങൾ നടത്തി. കുട്ടികളിൽ പരീക്ഷണങ്ങൾ നടത്തിയതിലൂടെ സാധാരണ മനുഷ്യരിൽ ഉണ്ടാകുന്ന ടെൻഡൻസീസ് എന്ത് ചെയ്തു, ഇവര് കണ്ടുപിടിക്കാനുണ്ടായത്. ഓക്കെ. അതുപോലെ തന്നെ ഇവര് കുട്ടികളിൽ പരീക്ഷണം നടത്തിയപ്പോഴും മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് മനുഷ്യരെല്ലാവരും ഒരുപോലെ തന്നെയാണ്, സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യര് ചെയ്യുന്നത്. അവരുടെ എന്താ പറയാ, ഇപ്പൊ നമ്മള് കൊച്ചു കേരളത്തിലാണ് താമസിക്കുന്നത്, അല്ലെ? നമ്മള് പെരുമാറുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കൾച്ചർ പോലെ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ പോലെ ആയിരിക്കില്ല അമേരിക്കയിലുള്ള ആളുകൾ സംസാരിക്കുക, അല്ലെ? അവരുടെ സംസാരിക്കുന്ന ഭാഷ വേറെയാണ്, അവരുടെ വംശം വേറെയാണ്, അവരുടെ റിലീജിയൻ വേറെയാണ്, അവരുടെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ഡിഫറൻസ് ഉണ്ടാകാം. പക്ഷെ എല്ലാവരിലും മനുഷ്യനെന്ന് പറയുമ്പോൾ അവന് ജനിച്ചു തുടങ്ങി അവന്റെ മരണം വരെ അവൻ അതായത് ജീവിച്ചു തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജനനം തുടങ്ങി മരണം വരെ അവൻ പിന്തുടരുന്നു പോരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഈ 14 ടെൻഡൻസീസ്, 14 ടെൻഡൻസീസ് ഉണ്ട് മരിയ മോണ്ടിസോറി മുന്നോട്ട് വയ്ക്കുന്ന ഈ 14 ടെൻഡൻസികളിലൂടെ മരിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, ഏകദേശം ഒരു ധാരണ കിട്ടിയോ? ടെൻഡൻസീസ് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യെസ് മിസ്. ഓക്കെ. താഴെ കൊടുത്തിട്ടുണ്ട് ദ 14 യൂണിവേഴ്സൽ ടെൻഡൻസീസ് ആർ. 14 യൂണിവേഴ്സൽ ടെൻഡൻസീസ് ഉണ്ട് കേട്ടോ. 14 ടെൻഡൻസീസ് അഥവാ 14 പ്രവണതകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോ അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലോറേഷൻ, രണ്ടാമത് റിപ്പീറ്റേഷൻ അല്ല കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. അതൊന്ന് തിരുത്തുക നിങ്ങൾ, അതൊരു മിസ്റ്റേക്ക് വന്നതാണ് അവിടെ. റിപ്പീറ്റേഷൻ അല്ല കമ്മ്യൂണിക്കേഷൻ. ഒരു റിപ്പീറ്റേഷൻ ഏറ്റവും താഴെ 8ാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്, അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. റിപ്പീറ്റേഷൻ എന്നതിന് പകരം കമ്മ്യൂണിക്കേഷൻ എന്നതുകൂടി നിങ്ങളൊന്ന് ആക്കുക. ആക്കിയോ? തിരുത്തിയോ? ഓക്കെ. അപ്പൊ എന്താണ് എക്സ്പ്ലോറേഷൻ? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തായിരിക്കും ഇതിനകത്ത് എക്സ്പ്ലോറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് മീൻ ബൈ എക്സ്പ്ലോറേഷൻ? അത് മെന്റൽ ഡെവലപ്മെന്റിനല്ലേ ഉദ്ദേശിക്കുന്നത്? മെന്റൽ ഡെവലപ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം.
ഓക്കെ. പിന്നെ ഒപ്പീനിയൻ പറഞ്ഞോളൂ. അവർ എൻജോയ് ചെയ്യുന്ന രീതിയാണോ എക്സ്പ്ലോറേഷൻ എന്ന് നമ്മുടെ പറയുന്നത്? ചുറ്റുപാടുകളെ പറ്റി പഠിക്കുക. നമ്മളിപ്പം അതിനെപ്പറ്റി ഇങ്ങനെ അങ്ങനെയാണല്ലോ. നമ്മൾ ഫസ്റ്റ് ആദ്യമേ വീട് പഠിച്ചു, പിന്നെ സ്കൂള്, അങ്ങനെ ഓരോ ഡെവലപ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഏകദേശം ഒരു ഇത് വന്നിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ ആരാണ് ഇപ്പൊ പറഞ്ഞത്? നീന. നീന പറഞ്ഞതുപോലെ ഏകദേശം ഒരു അടുത്തെത്തിയിട്ടുണ്ട്. അതായത് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്യുവർ മലയാളം മീനിങ് പര്യവേഷണം എന്നാണ്. പര്യവേഷണം എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടെത്തുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരിക. അതായത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് പോകുന്നത് വരെയുമുള്ള ഒരു ടെൻഡൻസിയാണെന്ത്? എക്സ്പ്ലോറേഷൻ. ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ അവൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു ടെൻഡൻസിയാണെന്ത്? എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ജനിച്ച അന്ന് മുതൽ, അതായത് ഒരു കുഞ്ഞ് ഭൂമിയിലോട്ട് ജനിച്ചു വീഴാണ്. ആ ജനിച്ച അന്ന് മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കുഞ്ഞ് ഓരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, എന്തൊക്കെയായിരിക്കും കുഞ്ഞ് എക്സ്പ്ലോർ ചെയ്യുക ജനിച്ച അന്ന് മുതൽ? എന്തൊക്കെയായിരിക്കും? അതിന്റെ ഇമോഷൻസ്, പിന്നെ എൻവയോൺമെന്റിൽ നിന്നുള്ളത്, പിന്നെ പേരൻസ്, അവന്റെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങൾ. ഇപ്പൊ അവൻ വലുതായി ഓരോ സ്റ്റെപ്പ് വൈസ് വലുതായി വന്നു കഴിയുമ്പോ അവന് വിദ്യാഭ്യാസം വഴി, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ്. ഓക്കെ. അതായത് അവൻ ജനിച്ചന്ന് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? അവന്റെ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അവന്റെ സിറ്റുവേഷനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൈകൾ കൊണ്ട് സംഗതികൾ എത്തിപ്പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോ തൊട്ടിലിൽ കിടക്കുന്നൊരു കുട്ടി, കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് മാം, കേൾക്കാം. കുഴപ്പമില്ല. ഓക്കെ. ഇപ്പൊ തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടി, അത് ആ തൊട്ടിലുള്ള ആ ഒരു ലോകത്തെയാണ് നിരീക്ഷിക്കുന്നത്. കുഞ്ഞിനെ ഇപ്പൊ നമ്മൾ തൊട്ടിൽ കിടത്തിയിരിക്കാന്ന് വിചാരിക്കുക. കുഞ്ഞിന്റെ കണ്ണും അല്ലെങ്കിൽ കൈയും കാലും ഒക്കെ എങ്ങോട്ടാ പോവുക? ഒരു കുഞ്ഞിനെ ആ തൊട്ടിലിന്റെ ഉള്ളിൽ ഒരു ലോകം തീർക്കാനായിട്ട് ആ കുഞ്ഞ് ശ്രമിക്കുന്നില്ലേ? ഇല്ലേ? ആ തൊട്ടിലല്ല ആ കുട്ടി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് സമയം, അല്ലേ? നമ്മൾ അതിനെ തൊട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും. അപ്പൊ അവൻ അതിന്റെ ഉള്ളിൽ തന്നെ അത് എടുക്കാൻ നോക്കുന്നു, പിടിക്കാൻ നോക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. അതായത് ഇപ്പൊ തൊട്ടിൽ കിടത്തിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അതാണ് അവന്റെ ലോകം എന്ന് പറയുന്നത്. ആ ലോകം മാത്രമേ അവൻ കാണുന്നുള്ളൂ. അതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതിനകത്തുള്ളത്, ചിലപ്പോ കളിപ്പാട്ടങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പൊടുപ്പും തൊങ്ങലും ഒക്കെ ധാരാളം, എങ്ങനത്തെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലുള്ള കാര്യങ്ങൾ അവൻ കണ്ടെത്തി പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ജനിച്ചൊരു കുഞ്ഞിനെ സംബന്ധിച്ചതിൽ, അല്ലെങ്കിൽ തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ചില കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, കയ്യെത്തി പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വേറെ എന്തൊക്കെയാണ് നമ്മൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റിയ എക്സ്പ്ലോറേഷനെ കുറിച്ചിട്ട്? പല കാര്യങ്ങളും കണ്ടെത്താനായിട്ട്. എന്താ? നടക്കുന്നത്, കുട്ടി അവൻ നടന്നു പോയായിരിക്കുമല്ലോ ഓരോന്ന് കണ്ടുപിടിക്കുക. അപ്പൊ അവൻ ആദ്യമേ കിടന്നോണ്ടായിരിക്കും കുട്ടി ഇതെല്ലാം കാണാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് അവൻ നടക്കാൻ നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് അവൻ അത് എടുക്കാൻ നോക്കുന്നു, പിന്നെ അത് നടന്നിട്ട് എടുക്കാൻ നോക്കുന്നു, പിന്നെ ഓടി കാണുന്നു, പിന്നെ യാത്രയിലൂടെ കാണുന്നു. അങ്ങനെ പല രീതിയിലായിട്ട് അത് നമ്മുടെ വളർച്ചയുടെ അവസാനം വരെ എത്തുന്നു. അതെ പറഞ്ഞ ശരിയാണ് കേട്ടോ. പറഞ്ഞോളൂ. എന്റെ ഇത്താക്ക് കൊച്ചുണ്ടായപ്പോ ഈ കട്ടിലിന്റെ കാലിന്റെ സൈഡില് ഒരു ബലൂൺ, ഹൈഡ്രജൻ ബലൂൺ ഇല്ലേ ഈ പരുന്തിന്റെ ഒക്കെ കിട്ടുന്നേ, അങ്ങനത്തെ ഒരെണ്ണം കെട്ടിയിട്ട് കൊടുത്തു. അപ്പൊ കൊച്ചു അത് കണ്ട അവിടെ കിടന്നോളൂല്ലോ എന്ന് ഓർത്തു. അപ്പൊ ഇത്താക്ക് വർക്ക് എന്തെങ്കിലും പണി ചെയ്യണമെങ്കിലും ചെയ്യാലോന്ന് ഓർത്ത് കെട്ടിയിട്ട് കൊടുത്തതാ. അപ്പൊ പുള്ളി ആദ്യമൊക്കെ ഇങ്ങനെ അത് നോക്കി കിടക്കും. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ നടു പൊക്കി കുതിച്ച് ചാടാൻ തുടങ്ങി ചിരിച്ചോണ്ട്. അതായത് ആ പരുന്ത് ഈ കാറ്റടിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങണേ കാണുമ്പോ അതെങ്ങാനും പറന്നു പോയാലോ എന്ന് ഓർത്താന്ന് തോന്നുന്നു. പുള്ളി അത് പയ്യെ എന്താ പറയാ നടുവൊക്കെ പൊത്തി ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചോണ്ട് ചാടനാണ്. നല്ല രസം അതൊക്കെ കാണാനായിട്ടല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്താ പറയാ, പല കാര്യങ്ങളും
ഇപ്പോ കുട്ടികളുടെ നമ്മളിപ്പോ പറഞ്ഞത് മുതിർന്നവരുടെ പറയുന്നതാണ് നമ്മൾ ടൂർ. മനുഷ്യൻ ധാരാളം സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നത്, കുറെ കാര്യങ്ങൾ കണ്ടെത്തുന്നില്ലേ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ, പുതിയ സ്ഥലങ്ങളിലൊക്കെ ടൂർ പോകുമ്പോൾ, അല്ലെങ്കിൽ കുറെ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ശരിയാണോ? നിങ്ങൾ ടൂർ പോവാറില്ലേ? ടൂർ പോവാറുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ലേ? ടൂർ പോകുന്നുണ്ടോ? ഉണ്ട്, പോകാറുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾക്ക് എന്താ പറയാ, അറിയാൻ പറ്റാത്ത കാര്യങ്ങള്, അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത പുതിയതായിട്ട് കാണുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ പുതുതായിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ പലതും ആ സ്ഥലത്ത് ഉണ്ടാവും അല്ലെ? അതും എന്തിന്റെ ഭാഗമാണ്? എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ അപ്പോ ഈ ഒരു എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ടെൻഡൻസി എന്ന് പറയുന്നത് നമുക്ക് ഉള്ള ഒരു ടെൻഡൻസിയാണ്. മരണം വരെ ഈ ഒരു ടെൻഡൻസി. എന്താ? എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ലേ? പറ്റുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഇല്ല, ഇടയ്ക്ക് വിട്ടു പോകുക. ഇടയ്ക്ക് വോയിസ് ഒരു കട്ടായി സെക്കൻഡ് പോകുന്നുണ്ട്. കേട്ടോ, ഞാനൊന്ന് വോയിസ് കട്ടായി പോകുന്നുണ്ട് അല്ലെ? ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനൊന്ന് ഓഫ് ആയിക്കുവാണ് വീഡിയോ ഓഡിയോ. ണ്ടോ? മാം കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ക്ലിയർ ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു, എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് എന്താണ്? മരണം വരെയുള്ള, മനുഷ്യൻ ജനിച്ചു തുടങ്ങി മരണം വരെ അവന്റെ കൂടെ ഉണ്ടാകുന്ന, അതായത് എന്തും കണ്ടെത്തി പിടിക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ പുതുതായിട്ട് കേൾക്കാനുള്ള ആഗ്രഹം എന്നൊക്കെ പറയുന്നത് മനുഷ്യന് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ്. വേറൊരു എക്സാമ്പിളും കൂടി പറഞ്ഞു കഴിഞ്ഞാല്, ഒരു സ്ഥലം വിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ സ്ഥലത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നു അല്ലെ? അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒരാള്, നമ്മളിപ്പോ വീട്ടിൽ നിൽക്കാണെന്ന് വിചാരിക്കുക, പുറത്ത് റോഡിൽ കൂടി ഒരാൾ നടന്നു പോവാണ്, അപ്പോ നമുക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ എന്താ അയാളോട് ചോദിക്കുക? എന്തായിരിക്കും ചോദിക്കുന്നേ? എവിടെ പോകുന്നു? എവിടെയാണ്? എവിടെയാണ് പോകുന്നത്, എവിടെ പോകുന്നു എന്നാണ് ചോദിക്കുന്നത് അല്ലെ? അത് നമ്മുടെ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ടെൻഡൻസിയുടെ ഭാഗമാണത്. ആരെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എവിടെയാ നിങ്ങൾ പോകുന്നേ, എന്തിനാ പോകുന്നേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ലേ? അതും എന്ത് തന്നെയാണ്? എക്സ്പ്ലോറേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം. ഇപ്പോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ്, നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. എല്ലാവരുടെ വീട്ടിലും കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കുഞ്ഞ് എന്താണ് ചോദിക്കുക? പരിചയമില്ലാത്ത ആളുകൾ വരികയാണ്, അധികം ഫെമിലിയർ അല്ലാത്ത ആളുകള് നമ്മുടെ വീട്ടിൽ വരികയാണ്. അപ്പൊ കുഞ്ഞ് നമ്മളോട് എന്താ ചോദിക്കുക? എന്താ ചോദിക്കുക?
അതാരാണെന്ന് ചോദിക്കും. അതാരാണമ്മേ, അല്ലെങ്കിൽ അതാരാണ് അച്ഛാന്ന് ചോദിക്കും അല്ലെ. അപ്പൊ കുഞ്ഞിന് എന്തുണ്ട്, അത് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അതും എന്ത് തന്നെയാണ്, എക്സ്പ്ലോറേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഭൂമിയിലെ പല കാര്യങ്ങളും, ഇപ്പോ പ്ലാനറ്റ്സ് ഉണ്ട് അല്ലെ, അതുപോലെ ധാരാളം എന്താ പറയാ ഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ സൗരയൂഥം അതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോളാർ, ഇങ്ങനെ കുറിച്ചൊക്കെ നമ്മൾ സോളാർ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് സ്പേസിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ബർമുഡ ട്രയാങ്കിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബർമുഡ ട്രയാങ്കിള് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട് മിസ്. കേട്ടിട്ടുണ്ടല്ലേ? എന്താണ് 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 ബർമുഡ ട്രയാങ്കിൾ? ഗർത്തമല്ലേ സമുദ്രത്തിലെ? അത് കടലില് ഉള്ള ഒരു അതായത് പ്രത്യേക ഏരിയ. അതിന്റെ മുകളിൽ കൂടെ വിമാനം ഗർത്തമാണ്. അത് പോയാല് പിന്നെ അത് വിമാനം, അതുപോലെ തന്നെ ഷിപ്പ് ഇതൊക്കെ പോയാല് കാന്തം പോലെ എന്ത് ചെയ്യും, കാന്തം പോലെ അത് ഈ ബർമുഡ ട്രയാങ്കിൾ എന്ത് ചെയ്യും, കാന്തം പോലെ അതിനെ വലിച്ചെടുത്തിട്ട് അപ്രത്യക്ഷമാക്കി കളയുന്നു. ഒരു നിഗൂഢ രഹസ്യമാണ്. ക്ലാസ് പലരും പോയിട്ടുണ്ട്. മാം ക്ലാസ് സുഖമില്ല, ഒരു ലാഗ് ആവും പോലെ തോന്നുന്നു. വോയിസ് ഒക്കെ ഇടയ്ക്ക് ഇതായിട്ട് ലാഗ് ആവും ക്ലാസ്. ഞാനൊന്ന് ഒരു മിനിറ്റ് കേട്ടോ, വേറൊരു സ്ഥലത്താണ് ക്ലാസ് എടുക്കുന്നത്, അതിന്റെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം. ഒന്ന് വിളിക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. യൂണിറ്റ് 9. പാർട്ട് 3 യൂണിറ്റ് 9. എക്സ്പ്ലോറേഷൻ പറഞ്ഞു കഴിഞ്ഞിരുന്നോ? അത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, അന്നേരം ഇങ്ങനെ ലാഗ് ആവും പോലെ വന്ന ക്ലാസ്. പറയുന്നത് ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം മാം. ഇപ്പൊ ലാഗൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പൊ നമ്മള് ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്താണ്, അതായത് അവിടേക്ക് പോകുന്ന പല ഷിപ്പ്, അതുപോലെ തന്നെ പല എയറോപ്ലെയിൻസ് ഇതിനൊക്കെ എന്താണ്, കാന്തം പോലെ വലിച്ചെടുത്ത് പിന്നീട് അത് അപ്രത്യക്ഷമാവും. അപ്പൊ അത്രയും നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് എന്ത്, ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള ആഗ്രഹം നമുക്ക് പല പല, അതായത് ലോകത്തിൽ പല അത്ഭുതങ്ങളുണ്ട് അല്ലെ, പല പല അത്ഭുതങ്ങളുണ്ട്, ലോകാത്ഭുതങ്ങളുണ്ട്. അവയെ കാണാനും അവയെ കുറിച്ച് അറിയാനുള്ള നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് മനുഷ്യനാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന. ഇത്തരത്തിലുള്ളതിനൊക്കെ നമുക്ക് എന്ത് പറയാം, എന്താ പറയാ, ഇത്തരത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എന്ത് പേരിൽ വിളിക്കാം? എക്സ്പ്ലോറേഷൻ എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾ കുട്ടിയുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ കുട്ടിയുമായിട്ട് ഇതിനെ ഒന്ന് റിലേറ്റ് ചെയ്യുമ്പോൾ അവൻ എന്തൊക്കെയാണ്, അവൻ ചെറുപ്പത്തിൽ തന്നെ അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവന് കാണണമെന്നും കേൾക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നത്? ഒന്ന് പറയാമോ, ഒന്ന് ഷെയർ ചെയ്യാവോ?
കൂടുതൽ യാത്ര തന്നെ ആയിരിക്കും. അവിടെ പോണം ഇവിടെ പോണം, വണ്ടികളിൽ കയറണം, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആ പിന്നെ അങ്ങനെയായിരിക്കും അല്ലെ പാർക്കൊക്കെ ആഗ്രഹിക്കുക. കാണുമ്പോ അതൊക്കെ കാണാനും അവിടെ കേറാനും എൻജോയ് ചെയ്യാനൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ അതെ അതെ. പിന്നെ ടോയ്സ് എന്തെങ്കിലും ടോയ്സ് ഉള്ള കടകളും ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അത് ആ പിള്ളേർക്ക് ഭയങ്കര അട്രാക്ഷനാ. പിള്ളേർക്ക് അങ്ങോട്ടേക്ക് ഒരു വലിവായിരിക്കും, അങ്ങോട്ടേക്ക് കേറാൻ, അത് വാങ്ങാൻ ഒക്കെ. ഓക്കെ അത്രേ അവര് ഉള്ളൂ. പിന്നെ നമ്മളോട് അതെന്താ അതെന്താ എന്തിനോടും അവരങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു കുറച്ചൊരു അറിവാകുമ്പോ തൊട്ട് അതെന്താ, അപ്പൊ അവർക്ക് അത് അറിയണം. അതെന്താ, നമ്മളൊരു 10 പ്രാവശ്യം പറഞ്ഞാലും പിന്നെയും ചോദിക്കും അതെന്താ. പോകുമ്പോഴൊക്കെ അവർക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു കാര്യം കാണുമ്പോഴും അതിനെപ്പറ്റി ഒക്കെ ചോദ്യങ്ങളായിരിക്കും. അതെന്താണ് അതെന്താണ് എപ്പോഴും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും അവരുടെ ഉള്ളില്. നമ്മൾ അതിന് ആൻസർ പറഞ്ഞു കൊടുത്താലും അവർ പിന്നെയും ചോദിക്കും. അതെ, ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് കാണുന്നതെല്ലാം അത്ഭുതമാണ്. അത് ദിവസം കണ്ടാലും അവർക്ക് ദിവസം കാണുമ്പോൾ അതിലൊരു പുതുമ പോലെയാണ് അവർ ചോദിക്കുക. അപ്പോ നമുക്ക് ഈ ഒരേ കാര്യം തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും. ഇത് തന്നെയല്ലേ ഇന്നലെയും പറഞ്ഞത് നമ്മൾ ചോദിക്കും, എത്ര തവണ പറയണം. പക്ഷെ അവർക്ക് ദിവസം കാണുമ്പോൾ അതിൽ എന്തോ ഒരു പുതുമയുള്ളത് പോലെയാണ് അവർ ആ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പൊ എന്റെ മൂത്ത മോനൊക്കെ ആണെങ്കിൽ അവന് ഈ പഴയ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മുടെ പഴയ കാലത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു, അന്നത്തെ വീടുകൾ എങ്ങനെയായിരുന്നു, അന്നത്തെ ജീവിത രീതികളൊക്കെ എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന് അറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രേതത്തിന്റെ കഥകളൊക്കെ, ഈ പ്രേതമൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അതൊക്കെ സത്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും ചോദിക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പേടിയാണ്, അത്തരം കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പേടിയുണ്ട്. പക്ഷെ എന്നാലും അവന് അത് അറിയാനുള്ള ആകാംക്ഷ കൂടുതലാണ്. പഴയ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു, ഈ കറണ്ട് ഇല്ലാണ്ടൊക്കെ ജീവിച്ചിട്ടുണ്ടെന്ന് പറയണ കേട്ടിട്ടില്ലേ, ഫാൻ ഇല്ലാതെ, AC ഇല്ല. അപ്പൊ അങ്ങനെ അന്ന് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു, പണ്ട് ഈ മൺപാത്രങ്ങളിലാണ് കറികളും ചോറൊക്കെ വെച്ചിരുന്നത് പറയുമ്പോൾ അപ്പൊ അതെങ്ങനെയായിരുന്നു, ഫ്രിഡ്ജ് ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ്. അതങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോഴായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അവർക്ക് അതിൽ. അതെന്തുകൊണ്ടാണ് അങ്ങനെ, അന്ന് എന്തുകൊണ്ടാണ് ഇത് ഇല്ലാതിരുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലതിനും ഇപ്പൊ നമുക്ക് തന്നെ ഉത്തരം ഉണ്ടാവില്ല. ഇവര് ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ പോലും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. നമ്മളൊന്നും ഇത്രയും കാലം ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ആ കഥകളൊക്കെ കേൾക്കുമ്പോഴോ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പഴയ കാലത്ത് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് തോന്നണത്. അപ്പോ നമ്മൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഓരോ കാര്യങ്ങളിൽ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ, അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്നുള്ള. അപ്പൊ ഇങ്ങനെയുള്ള വൈ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ഉള്ള ആകാംക്ഷകളൊക്കെ അവർക്ക് കൂടുതലാണ്. പിന്നെ ട്രെയിൻ, എയ്റോപ്ലെയിൻ, ബസ് ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് കൂടുതൽ ഇതായിരിക്കും. ട്രെയിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് JCB എവിടെ കാണണോ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലും. അതെ. അതുപോലെ തന്നെ ആനേനെ കാണുമ്പോൾ കുട്ടികൾക്ക്, അത് കുഞ്ഞു കുട്ടികളാണെങ്കിലും ഇപ്പം അവരിങ്ങനെ ആ ഒരു വലിയ ജീവിയല്ലേ അവരെ കാണുമ്പോൾ, അത് കുഞ്ഞിലെ കാണുമ്പോൾ അവർക്കെന്തോ ഭയങ്കര സംഭവമാണ്. നമുക്ക് ഈ ആനേനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ പേടി തോന്നും, അവർക്കത് ഭയങ്കര ഒരു കൗതുകം ചിലപ്പോൾ തോന്നും. ഇവർക്ക് ഇതിനെപ്പറ്റി വേറൊന്നും അറിയില്ലല്ലോ. പിന്നെ ഈ രാത്രിയിൽ ആകാശം കാണിക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതിനകത്ത് ഇങ്ങനെ സ്റ്റാർസ് ഒക്കെ നിൽക്കുന്നതും അതിന്റെ കൂടെ ഒരു എയറോപ്ലെയിൻ ഇങ്ങനെ പോകുമ്പോൾ എന്താമേ ഒരു നക്ഷത്രം അങ്ങനെ ഓടിപ്പോകുന്നേ, അങ്ങനെയൊക്കെ കുഞ്ഞിലെ കുട്ടികൾ അവർക്കത് എയറോപ്ലെയിനാന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താലും പിന്നെ അതിങ്ങനെ ചോദിക്കും. വിട്ട് തേണ്ടേ ഇത് പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയും. അത് തുമ്പീനെ കാണുമ്പോഴായിക്കോട്ടെ, ബട്ടർഫ്ലൈനെ കാണുമ്പോൾ ആയിക്കോട്ടെ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ, ആ തുമ്പി എന്താ അങ്ങനെ ഇരിക്കുന്നേ, അതിനെപ്പറ്റി അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്ത് അത് പിന്നീട് ചിലപ്പോൾ അവര് നമ്മളോടത് പിന്നെ പറയും. കുഞ്ഞിലെ ആയിരിക്കില്ല, അതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അവരുടെ ആ ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ഇപ്പൊ തുമ്പിനെ കാണുന്ന കുട്ടി പിന്നീട് കാണുമ്പോ അത് പക്ഷികൾ മാറി. ആദ്യമേ കുഞ്ഞ് കളിപ്പാട്ടത്തിൽ ഒതുങ്ങിയിരിക്കുന്ന കുട്ടി അത് എക്സ്പ്ലോർ ചെയ്യുന്നതനുസരിച്ച് അവന്റെ വഴികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ നമ്മുടെ ആ ലൈഫ് എൻഡ് വരെ നമ്മൾ ആ ഓരോ അറിവിനനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് ബസ്സിൽ കയറിയ ഒരാൾക്ക് നാളെ കാറിൽ കയറണം, കാറിൽ കയറിയ ആൾക്ക് അടുത്ത ട്രെയിനിൽ കയറണം, പിന്നെ വിമാനത്തെ കയറണം. ആ ഒരു ചിന്തയിലായിരിക്കും അടുത്തടുത്ത് എക്സ്പ്ലോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഈ ഗേൾസ് ആവുമ്പോ ടെഡി ബിയർ അങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇതായിരിക്കും. ബോയ്സിന് വണ്ടി അങ്ങനെയൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക ഇതും. അപ്പൊ എന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എനിക്ക് നേരത്തെ ചെറുപ്പത്തില് എന്തോരം ടെഡി ബിയർ ഉണ്ടായാലും മതിയാവൂല. അപ്പൊ എനിക്ക് കൂടുതലും കസിൻസ് ഒക്കെ ബ്രദേഴ്സാ, സിസ്റ്റർമാര് കുറവാ. അപ്പൊ ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയത് ഞാനായതുകൊണ്ട് അതിന്റെ ഒരു ഇത് വെച്ച് എല്ലാരും എനിക്ക് ഇങ്ങനെ വാങ്ങിച്ചു തരും. എന്നാലും എനിക്ക് മതിയാവില്ല എന്ന് പറഞ്ഞ പോലെ കടയിലൊക്കെ പോകുമ്പോ ഇത് കാണുമ്പോൾ ഞാൻ പറയും എനിക്കിത് വാങ്ങിച്ചു തന്നില്ല ഞാൻ ഇവിടെ നിൽക്കൂന്ന് പറയും. അപ്പൊ ഉപ്പച്ചി പറയും എന്നെ അവിടെ നിന്ന് പട്ടി വന്ന് പിടിച്ചോണ്ടു അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പൊ
വല്യമ്മ ഗ്രാൻഡ് മദർ ഉണ്ട്, 90 വയസ്സുണ്ട്. പഴയ കഥകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറയും, നീ നേരത്തെ ഇങ്ങനെയായിരുന്നു, എന്നിട്ടാ നീ പിള്ളേരെ കുറ്റം പറഞ്ഞതെന്നൊക്കെ പറയും. ഇപ്പൊ നമ്മുടെ മക്കൾക്ക് അങ്ങനെയാണ്. നമ്മുടെ അച്ഛനോടും അമ്മയോടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ അവർക്ക് ഭയങ്കര ആകാംക്ഷയാണ്. അപ്പൊ അമ്മയോടും അച്ഛനോടൊക്കെ ചോദിക്കും, അമ്മ എങ്ങനെയായിരുന്നു ചെറുപ്പത്തില്, എന്റെ മക്കളെ ചോദിക്കുക അമ്മ എങ്ങനെയായിരുന്നു ചെറുപ്പത്തില്, ആ സമയത്ത് ഇത് എങ്ങനെയായിരുന്നു ചെയ്തത്, എവിടെയൊക്കെ പോയിട്ടുണ്ട്, അമ്മ എന്തൊക്കെ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ അവർക്ക് അവരുടെ ഈ പ്രായത്തില് നമ്മൾ ആ പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അവർക്ക് അവരുടെ ഈ പ്രായമുള്ളപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവർക്ക് ഭയങ്കര. അപ്പൊ എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു, അത് ആരാ വാങ്ങിച്ചു, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതൊക്കെ ഉണ്ടായിരുന്നോ, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർക്ക്. അവർക്ക് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഇല്ലാത്ത ഡൗട്ടുകൾ ഒന്നും ഉണ്ടാവില്ല. അതൊരു 100 ചോദ്യം ഉണ്ടാവും. ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതിലൊരു 100 ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. റിപ്പീറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ഒന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് പലതിനും ഉത്തരം ഉണ്ടാവില്ല. അതെ അതെ. ചില കാര്യങ്ങളൊക്കെ അവര് പറയുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കണേ അതെന്നായിരിക്കും അങ്ങനെയെന്നൊക്കെ. എന്റെ കുട്ടി ഈ വീട്ടില് പൂച്ചയൊക്കെ വരും. അപ്പൊ നമ്മളിങ്ങനെ ഇറച്ചി കഷ്ണം മീൻ കഷ്ണം ഒക്കെ കൊടുക്കുമ്പോ ഇതുപോലെ 1000 സംശയങ്ങളാ. അതിന് ഉമ്മയില്ലേ, അതിന് ഉപ്പയില്ലേ, അവര് കൊടുക്കൂലേ ഭക്ഷണം, നമ്മൾ എന്തിനാ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, അതിന് വീടില്ലേ, അപ്പൊ അവിടൊക്കെ നമ്മൾ എന്താ പറയണ്ടേന്ന് ആലോചിച്ചിട്ട് ചിരിയും വരും. പിന്നെ എന്റെ കുട്ടിക്ക് ഇപ്പൊ 5.5 വയസ്സായി. ഈ ദൈവം എന്നുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സംശയങ്ങൾ കുറെ വരുന്നുണ്ട്. എന്താണ് ദൈവം, എവിടെയാണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആരാധനകൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ ഇതെന്തിനാ ചെയ്യുന്നേ, ഭയങ്കര സംശയമാണ്. ഇപ്പൊ ജീന പറഞ്ഞ പോലെ ചിലതൊന്നും നമുക്ക് ഉത്തരം തന്നെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആകെ കൺഫ്യൂസ്ഡ് ആവുന്നത് ഇപ്പൊ കാരണം നമ്മൾ എന്ത് പറയുന്നത് അത് അതുപോലെ എടുക്കുമല്ലോ. അതിലായ ഒരു യുക്തി അതങ്ങനെ മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല. അപ്പോ പറഞ്ഞത് ചിലപ്പോ റോങ് ആയിട്ട് അവരിൽ എത്തും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനാണ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ. അതുപോലെ ഇന്നാള് ആന്റിയുടെ കൊച്ചെന്റെ അടുത്ത് ചോദിച്ചതാട്ടോ, ഈ മഴ എന്തിനാ പെയ്യണേന്ന്. മഴ എന്തിനാ പെയ്യുന്നല്ലേ? അപ്പൊ ഞാൻ മറുപടി കൊടുത്തു, മഴ പെയ്തില്ലേ നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടണേ എങ്ങനെയാ, ഇങ്ങടെ പ്രകൃതിയൊക്കെ ഇങ്ങനെ ഇത്ര സുന്ദരമായിട്ട് ഉണ്ടാവണേ എങ്ങനെയാ, ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു അത് ശരിയാ. അപ്പൊ ചോദിച്ചപ്പോ മരങ്ങളൊക്കെ എങ്ങനെ തന്നെ ഉണ്ടാവണേ, ആരായിരിക്കും ഇതൊക്കെ നട്ടെ, ഇങ്ങനെ ഓരോ ഡൗട്ടുകൾ. പലതും ചോദിക്കുമ്പോ നമ്മളൊക്കെ ഉത്തരം പറയാൻ വേണ്ടി ബുദ്ധിമുട്ടണ, നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് അങ്ങനെ തന്നെ എടുക്കും. ആ മഴ എങ്ങനെ ഉണ്ടാവണെന്ന് വെച്ചിട്ട് അത് അവള് സ്കൂളിൽ ചെന്ന് ടീച്ചറിനോട് പറഞ്ഞു, ഇങ്ങനെ ഇത്താത്ത എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നെന്ന്. എന്നിട്ട് ടീച്ചർ വിളിച്ചപ്പോ പറഞ്ഞു, ആൾക്ക് ഡൗട്ട് ഇച്ചിരി കൂടുതലല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ. ഈ കുട്ടികളെ നമ്മള് എന്താ പറയാ, ചെറിയ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ എക്സ്പ്ലോറേഷനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എക്സ്പ്ലോറേഷനെ കുറിച്ച് അങ്ങനെ, അതായത് എക്സ്പ്ലോറേഷൻ ആണെന്നും പറഞ്ഞല്ലോ പഠിപ്പിക്കുന്നേ. ചില ചാപ്റ്റേഴ്സിൽ എക്സ്പ്ലോറേഷൻ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതേതാണെന്നൊന്ന് പറയാമോ? ജീന നേരത്തെ പറഞ്ഞ പോലെ, ജീന പറഞ്ഞ ചില കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, എന്താണെന്ന് പറയാമോ? പഴയ കാലത്തെ ജീവിത രീതികളെ കുറിച്ച്, ആദിമ മനുഷ്യന്മാര് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു, അത് ഓരോന്ന് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് പുസ്തകങ്ങളിലൂടെ അറിവിലാണ് നമുക്ക് കിട്ടുന്നത്. എന്തൊക്കെ സംസ്കാരങ്ങളാണ്, എന്തൊക്കെ ഭാഷകളാണ് എന്നുള്ളതൊക്കെ. അതെ, അതായത് നമ്മള് എന്താ പറയാ, പ്രാചീന ശിലായുഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ നവീന ശിലായുഗം, നിയോളത്തിക് ഏജ്, അങ്ങനെ കുറെ അതായത് പണ്ടത്തെ, അതായത് തീ കണ്ടുപിടിച്ചു, അതിനുശേഷം എന്താ പറയാ ലോഹം കണ്ടുപിടിച്ചു, ഇരുമ്പ് കണ്ടുപിടിച്ചു, പിന്നെന്താണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചു, മനുഷ്യൻ കൂട്ടമായിട്ട് താമസിക്കാൻ ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞ, അതായത് ഓരോ കാലഘട്ടത്തിലും ഓരോരോ എക്സ്പ്ലോറേഷൻ ആണ് അവിടെ നടക്കുന്നത്. ആദ്യം തീയാണ് കണ്ടുപിടിച്ചതെങ്കിൽ അതിനുശേഷമാണ് കുറെ എന്താ പറയാ ആയുധങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങിയത്, മൂർച്ചയേറിയ ആയുധങ്ങള്, പിന്നെ മൃഗങ്ങളെ വേട്ടയാടിയത്, അതുപോലെ
അതുപോലെ തന്നെ അതിനുശേഷം കൃഷി ആരംഭിച്ചത്, കൃഷിക്ക് ശേഷം മനുഷ്യൻ കൂട്ടമായിട്ട് ഒരിടത്ത് ജീവിക്കാൻ ആരംഭിച്ചത്, പിന്നെ അതിനുശേഷം പലായനം ചെയ്തത്, ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്ന് താമസിക്കുന്നത്. ഇതൊക്കെ എന്താണ്? എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ടാണ്, മനുഷ്യൻ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇതിലൂടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ കുട്ടികളെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ആദിമ മനുഷ്യൻ ജീവിച്ചിരുന്നത്, അവന്റെ ചുറ്റുപാടുകൾ എന്തൊക്കെയായിരുന്നു, അവൻ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, അവൻ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയത്, ഇതൊക്കെ കുട്ടികളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചില ചാപ്റ്റേഴ്സ് അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും ഉള്ളൂ എന്ത് എക്സ്പ്ലോറേഷനെ കുറിച്ച് പറയാനായിട്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്താണ് എക്സ്പ്ലോറേഷൻ എന്ന്? ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ആണ് റെപ്പിറ്റേഷൻ. റെപ്പിറ്റേഷൻ ഞാൻ പറയാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ഓർഡർ ഒന്ന് പറയാം എന്താണെന്ന്. റെപ്പിറ്റേഷൻ അല്ല, സോറി, ഇത് കമ്മ്യൂണിക്കേഷൻ ആണ് വരിക. കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ തേർഡ് പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. ഓർഡർ. ഓർഡർ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ഓർഡർ? എന്താണ് ഓർഡർ? മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഒരു ടെൻഡൻസി ആണെന്ത് ഓർഡർ എന്ന് പറയുന്നത്. നമ്മള് കാര്യങ്ങള് കൃത്യമായിട്ട് അത് തന്നെ പറഞ്ഞോളൂ. ആരാ പറഞ്ഞു തന്നെ? ചിട്ടയായിട്ടുള്ള ജീവിത രീതി. കൃത്യമായിട്ടും കാര്യങ്ങൾ ചെയ്യണതിനാണ് ഓർഡർ എന്ന് പറയണത്. അതെ അതെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കാം, ഡിഫറെന്റ് ആയിരിക്കാം. എന്നിരുന്നാലും എന്താ പറയാ, എല്ലാവർക്കും ഒരേപോലെ, ഏകദേശം ഒരേപോലെയാണെങ്കിൽ, നമ്മളൊക്കെ കൂടുതലും വീട്ടമ്മമാരാണ്, പിന്നെ ജോലിക്ക് പോകുന്നവരുണ്ട്, വീട്ടിൽ തന്നെ നിന്ന് എന്താ പറയാ ജോലി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല കാറ്റഗറി ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡെയിലി നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. അതിനെന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ എന്താണ് ഉണ്ടാവുക? ഓർഡർ ആയിട്ടാണ് എല്ലാനും നടക്കുന്നത് അല്ലെ? ആ ഓർഡറിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴ, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ഒരു എന്താ പറയാ താളപ്പിഴകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഡിസോർഡർ ആവില്ലേ? ഡിസോർഡർ ആവും. നമ്മളിപ്പോ ഓർഡർ ആയിക്കൊണ്ട് ഒരു ഓർഡറിലാണ് നമ്മൾ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഡിസോർഡർ ആവേണ്, നമ്മൾക്ക് മെന്റലി നമ്മൾ എന്താവും? ഡൗൺ ആവോ അല്ലയോ? ഡൗൺ ആവും. ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒരു മന്ദഗതി വരെയും ചെയ്യും. അതെ. ഇപ്പൊ കുറെ നാളുകളായിട്ട് നമ്മൾ നല്ല മനസ്സമാധാനത്തോടു കൂടി പോകുന്നു, നല്ല സന്തോഷമായിട്ട് പോകുന്നു, വീട്ടിലൊക്കെ നല്ല ഹാപ്പിയാണ്, എല്ലാവരുമായിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോവാണ്, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പെട്ടെന്നാണ് ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വരെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അത്രയും നാള് നമ്മൾ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും വരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വരുന്നു, വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ ഓർഡർ ഒക്കെ തെറ്റില്ലേ? യെസ്. പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങേണ്ടി വരും. ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അതെ. അതേപോലെ തന്നെ നമ്മള് രാവിലെ എണീക്കുന്നു, നമ്മുടെ ജോലികളൊക്കെ ചെയ്യുന്നു, നമ്മള് ഭക്ഷണം കഴിക്കുന്നു, പിള്ളേർക്കും നമ്മുടെ ഹസ്ബൻഡിനും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നു, നമ്മൾ ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ് കേൾക്കുന്നു, നമ്മുടെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു, ദെൻ നമ്മള് വൈകുന്നേരം ചായ കുടിക്കുന്നു, രാത്രി ഡിന്നർ കഴിക്കുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു അസുഖം വരുന്നത്. എന്താണ് ഉണ്ടാവുക? നമ്മുടെ ഓർഡർ തെറ്റോ? ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകൂല, എല്ലാം അവിടെ കിടക്കും. നമ്മള് ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് പിന്നെ നമ്മള് ശീലിച്ചു വന്ന ഓർഡർ എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടുന്നു. അപ്പോ നമുക്ക് മരണം വരെ, അതായത് ജനിച്ച അന്ന് തുടങ്ങി മരണം വരെ, നമ്മൾക്കൊരു ഇത് ജനിച്ച അന്ന് തുടങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഈ ഓർഡർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നമ്മള് കുറച്ചും കൂടി മുതിർന്നതിന് ശേഷമാണ്. കുഞ്ഞു പിള്ളേരൊക്കെ ആവുമ്പോഴുണ്ട്, കുഞ്ഞു പിള്ളേരിൽ. എന്നിരുന്നാലും നമ്മൾ കുറച്ചും കൂടി വലുതായതിനു ശേഷമാണ് അവരെ ചിട്ടയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അല്ലെ?
അല്ലെ? ചെറുപ്പത്തിലെ അവരെ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അവരവരുടെ ഫ്രീഡത്തിനാണ് നമ്മൾ വിടുന്നത്. കുറച്ചും കൂടി വലുതാവുമ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവരുടെ ലൈഫിൽ ഒരു ചിട്ട കൊണ്ടുവരാനായിട്ട്, ഒരു ഓർഡർ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോ അതിനൊരു എന്താ പറയാ, ഒരു ദിവസം ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാല് നമ്മുടെ മെന്റലി ഫ്രസ്ട്രേറ്റഡ് ആകും, നമ്മുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടും, നമുക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതുമൂലം ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ടെൻഡൻസി ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഓർഡറിന് വേറെ എന്തെങ്കിലും ഉദാഹരണം, എക്സാമ്പിൾ പറയാമോ? മാം, ഈ 2025 പുതുവർഷമാകുമ്പോ നമ്മൾ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കൂലോ. അപ്പൊ ഞങ്ങൾക്ക് 5 വക്കത്ത് നമസ്കാരം ഉണ്ട്. അപ്പൊ എനിക്കത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്യാറില്ല. സുബഹിയൊക്കെ നമസ്കരിക്കണമെങ്കിൽ ഞാൻ എണിക്കാൻ ലേറ്റ് ആവാറാ. 6 മണിയൊക്കെ കഴിയും ഞാൻ എണിക്കുമ്പോ. അതുകൊണ്ട് അത് മടിയായിരുന്നു. അപ്പൊ അത് 2025 ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ആ ഒരു മാസം കറക്റ്റ് ആയിട്ട് പോയി. അത് പീരീഡ്സ് ആയി കഴിയുമ്പോൾ എനിക്ക് നമസ്കരിക്കാൻ പാടില്ല. അപ്പൊ മാസം അവസാനം എനിക്ക് ഡേറ്റ്. അപ്പൊ ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഒരാഴ്ച ഇത് ചെയ്യാതെ വന്നു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ നമസ്കരിക്കാൻ ഭയങ്കര മടി. അത് കഴിഞ്ഞ് നമസ്കാരം ഓർഡറിലേക്കൊക്കെ ആയി വന്നപ്പോഴത്തേക്കും ഈ മാസം അവസാനം ഇപ്പൊ വീണ്ടും പീരീഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ ഡിസോർഡർ വന്നു അല്ലേ? ചിലവർക്ക് രാവിലെ എണീറ്റ് കൃത്യം കുളിക്കണം, അതൊക്കെ ഒരു ചിട്ടയാ. കുളിക്കണം, പല്ലേക്കണം, അങ്ങനെ ബാത്റൂമിൽ പോകണം, അതൊക്കെ ഒരേ ഓർഡർ ഉള്ളവരുണ്ട്. അത് ഇന്ന സമയത്ത് പോകണം, ഇന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം, അങ്ങനെയൊക്കെ ഓർഡറിൽ പോണവരുണ്ട്. അതെ, ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ മക്കളോട് ഒച്ചവെക്കാറുണ്ട്. എന്താ ജീന, എന്താ പറഞ്ഞേ? അല്ല, ഇപ്പൊ സാധുവിന് പറഞ്ഞ പോലെ എനിക്കും അങ്ങനത്തെ ഒരു സൂക്കേട് ഉണ്ടെന്ന് പറയാം. രാവിലെ എഴുന്നേറ്റ് കുളിക്കണം, എണീറ്റ ഉടനെ പല്ല് തേക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് എനിക്കും ഉണ്ട്. അപ്പൊ മക്കൾക്കാണെങ്കിൽ അവര് അതിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എനിക്കിതുപോലെയാ. അവര് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിച്ചിരിക്കണം, എണീറ്റ ഉടനെ പല്ല് തേക്കണം. അപ്പൊ പലപ്പോഴും അവരെ കൊണ്ട് നമുക്ക് ഒച്ച വെക്കേണ്ടി വരും. അപ്പൊ എനിക്ക് ഇങ്ങനെ വെച്ച സാധനങ്ങളിൽ വെച്ച സ്ഥലത്ത് ഇരിക്കണം, പിന്നെ ചിട്ടയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പൊ മക്കളുമായിട്ട് ഇതാകുമ്പോൾ പല സമയത്തും ഗുസ്തി പിടിക്കേണ്ടി വരും നമുക്ക്, അതൊന്ന് ചിട്ടയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് സ്കൂളില്ലാത്ത സമയത്ത് അവർക്ക് ഈ ഓർഡർ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോ തോന്നുന്ന സമയത്ത് എണീക്കും, തോന്നുന്ന പോലെ കുളിക്കും, അങ്ങനെയൊക്കെയാണല്ലോ. എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് ഉടനെ പല്ല് തേക്കണം. പല്ല് തേക്കാതെ ചായ കുടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പൊ മക്കളെ ഞാൻ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഇവരത് ചെയ്യാൻ വൈകുമ്പോ എനിക്കത് ഭയങ്കര ദേഷ്യം വരും. അങ്ങനെയുള്ള ഇതുണ്ട്. ചില ആളുകൾക്ക് ഈ വച്ച സാധനങ്ങളൊക്കെ വച്ചോടത്തി തന്നെ ഇരിക്കണം. എവിടെയാണോ വച്ചത് ആ ഓർഡർ തെറ്റാൻ പാടില്ല. അത് ഇന്ന സാധനം, ഒരു പെൻസിലാണെങ്കിൽ കൂടി ആ പെൻസിൽ എവിടെയാണോ ഇരിക്കണം ആ ഭാഗത്ത് തന്നെ ആയിരിക്കണം. എല്ലാം വെക്കണേന് ഓരോ ഓർഡർ ഉണ്ടാവും. അത് തെറ്റിക്കഴിഞ്ഞാൽ ആൾക്ക് ദേഷ്യം വരും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുപോലെ എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ പൊതുവെ അടുക്കളയിലൊന്നും കയറാറില്ല. ഉമ്മച്ചി എല്ലാം തന്നെ ചെയ്യുന്നേ. അത് കഴിഞ്ഞിട്ട് വല്ലപ്പോഴും ആണ്ടിലും കൊല്ലത്ത് കയറി കഴിഞ്ഞ് വല്ല ഓംലേറ്റ് ഒക്കെ പൊരിക്കാൻ കയറി കഴിയുമ്പോൾ ഉപ്പൊക്കെ എടുത്തിട്ട് ഞാൻ എവിടെയെങ്കിലൊക്കെ വയ്ക്കും. ഉമ്മി എല്ലാം കറക്റ്റ് ഓർഡറിൽ എടുക്കാൻ വേണ്ടി എളുപ്പത്തിന് എല്ലാം വച്ചേക്കുമായിരിക്കും. ഞാൻ എടുത്തിട്ട് ഉണ്ടാക്കലും കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെ ഇട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചി പറയും, ഇതിനെ ഒന്ന് അടുക്കളയെ കയറ്റി കഴിഞ്ഞാൽ അടുക്കളയുടെ കാര്യത്തിൽ തീരുമാനമാവെന്നും പറഞ്ഞ് കൊറേ വച്ചെടുക്കും. അതെല്ലാം കേൾക്കും. മൊത്തം ഡിസോർഡർ ആക്കി പോരും അല്ലെ? അപ്പോ ചെയ്യുന്ന ആളുകൾക്ക് അവർ ഓർഡറിലാണ് ചെയ്യുന്നത്. അപ്പൊ ഡിസോർഡർ ആക്കി പോരുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എന്നിട്ട് ഉമ്മച്ചി പെട്ടെന്ന് എന്തെങ്കിലും എടുക്കാൻ നോക്കുമ്പോ സാധനം ഒന്നും അവിടെ കാണൂല. എന്നെ വിളിക്കുമ്പോ ഞാൻ പറയും അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയും. ഇത് കേൾക്കും, വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. എത്ര കേട്ടാലും നന്നാവൂല എന്ന് പറയും ഉമ്മി. പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയും. അപ്പോ എന്താ പറയാ, ഓർഡർ മനസ്സിലായപ്പോ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ പഠിച്ചു. ഓർഡർ എന്താണെന്ന് മനസ്സിലായി. രണ്ടും ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഗ്രിഗാറിയസ്നെസ്. ഒരു പോയിന്റ് ആണ് കേട്ടോ, ഗ്രിഗാറിയസ്നെസ്. കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയാം, ഗ്രിഗാറിയസ്നെസ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ഗ്രിഗാറിയസ്നെസ്? അതായത് ഇത് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമ്മള് നിങ്ങളുടെയൊക്കെ ഒരു കോളേജ് കാലം ഒന്ന് ഓർത്തു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേജ് ഒന്ന് ഓർത്തു നോക്കുക. അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്നത്, രാവിലെ ഒരു കുട്ടി സ്കൂളിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ രാവിലെ ഒരു കുട്ടി കോളേജിലേക്ക് വരികയാണ്. കോളേജിലേക്ക് വരുമ്പോൾ അതായത് ആ ക്ലാസ് തുടങ്ങുന്ന ഒരു സമയത്ത് കുട്ടി ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് ഇരിക്കുന്നത്. സ്കൂൾ ഓർ കോളേജ് എന്തോ ആവട്ടെ, ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്നു.
കുട്ടി തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉണ്ടാവുക. എന്തുകൊണ്ടായിരിക്കും? രാവിലെ ഭയങ്കര സാഡ് ആയിരുന്നു, ഭയങ്കര സങ്കടത്തിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നേ, പക്ഷെ വൈകുന്നേരം പോകുമ്പോ ഭയങ്കര സന്തോഷിച്ചാണ് പോകുന്നത്. എന്തായിരിക്കും റീസൺ? എന്തായിരിക്കും? വീട്ടിൽ നിന്ന് ചിലപ്പോഴേ നമ്മളിപ്പോ എന്തെങ്കിലും കാര്യത്തിന് വീട്ടിൽ നിന്ന് വഴക്ക് കേട്ടിട്ട് രാവിലെ പിള്ളേർ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞിട്ട് കരയിപ്പിച്ചിട്ട് വിടരുതെന്ന് പറയും. ഇങ്ങനെ സ്കൂളിൽ ടീച്ചേഴ്സ് അങ്ങനെ നമ്മളോട് പറയുമല്ലോ. അപ്പം അവര് ഈ ഒരു സങ്കടത്തിലായിരിക്കും സ്കൂളിലേക്ക് പോവുക. എന്നിട്ട് അവിടെ ചെന്ന് അവിടുന്ന് എന്തെങ്കിലും ഒരു വഴക്ക് കേട്ടാൽ ചിലപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവും. ഇല്ല അതേസമയം അവിടുന്ന് സ്കൂളിൽ നിന്ന് കളിക്കുന്നു, ഇവരെന്തെങ്കിലും പഠിച്ചു പോയതിന് അവിടുന്ന് മാർക്ക് കിട്ടുന്നു, ടീച്ചർ അവിടെ അഭിനന്ദിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഇവിടുന്ന് കിട്ടിയ ആ കാര്യം അവരുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോകും. അവിടെ കിട്ടിയ ആ ഒരു സന്തോഷത്തില് അവര് ആ ഒരു സന്തോഷത്തിൽ അവർ ഹാപ്പി ആയിട്ട് നടക്കും. തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ രാവിലെ കിട്ടിയ കാര്യം അവിടെ അടിച്ചു പൊളിച്ച് അങ്ങനെ നടക്കില്ല. സ്കൂളിൽ പോകുമ്പോൾ കളി ആ ഒരു ഇതിൽ നടക്കുമ്പോൾ അവരതങ്ങോട്ട് മറന്നു പോകും. അതാണോ? ഏകദേശം അതുപോലെ തന്നെ. എന്നാലും അതായത് കുട്ടി, ഞാൻ പറഞ്ഞു, രാവിലെ സ്കൂളിൽ വന്നിരിക്കുന്നത് ഭയങ്കര ഫീലിങ്സും ആയിട്ടാണ്, വൈകുന്നേരം തിരിച്ചു പോകുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും. അപ്പോ അവനിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് അത് അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, നമ്മൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായി കഴിഞ്ഞാൽ ആ കറന്റ് ആയിട്ടുണ്ടാകുന്ന ആ ഫീലിങ്സ് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫീലിങ്സിന് കുറവുണ്ടാവോ അല്ലെങ്കിൽ കൂടുതലാണ് ഉണ്ടാവുക? അതേ ഫീലിങ്സ് നമ്മൾ കീപ്പ് ചെയ്ത്, അതായത് നമ്മളിപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ മറ്റുള്ളവരോട് സങ്കടം പറയാണ്, അപ്പൊ നമ്മുടെ സങ്കടം കുറയല്ലേ ഉണ്ടാവുക? അതെ, പോട്ടെടാ സാരമില്ല, കൂട്ടുകാർ സമാധാനിപ്പിക്കും. അത് സാരമില്ല പോട്ടെ, അത് വിട്ടുകളാന്നൊക്കെ പറഞ്ഞിട്ട് കൂടെയുള്ളവർ സമാധാനിപ്പിക്കും. അതെ, അതായത് നമുക്ക് ടെൻഷൻ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അതേ ഫീലിങ്സോട് കൂടി നമ്മൾ ഷെയർ ചെയ്യുവാണെങ്കിൽ കുറച്ച് എന്ത് ചെയ്യും? നമുക്ക് സമാധാനമാവും, അല്ലെ? ഒരു സമാധാനിപ്പിക്കുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടും. പിന്നെ ആ ഒരു മൂഡിൽ നിന്ന് നമ്മൾ മാറി കുറച്ചുകൂടി ഹാപ്പി ആവാനായിട്ട് നോക്കും. കാരണം ആളുകൾ നമ്മൾ സമാധാനിപ്പിക്കാനുണ്ടെന്നൊരു തോന്നൽ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ അവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പോ ഇത് ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോൾ മാത്രമല്ല കേട്ടോ, കറന്റ് ആയിട്ടുള്ള ഫീലിങ്സ് നമ്മൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്കൊരു സന്തോഷം വരികയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടി. ഇപ്പൊ നിങ്ങൾ ഈ മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പല സ്കൂളുകളിലായിട്ട് പോസ്റ്റിംഗ് ലഭിക്കുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവും? നിങ്ങൾ എന്ത് ചെയ്യും? അത് വാട്സപ്പിലൂടെ സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യും, ഇല്ലേ? അതും എന്താണ്? ഗ്രിഗാറിയസ്നെസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇല്ലേ? നമ്മൾ സന്തോഷം വരുന്ന, സങ്കടം വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഷെയറിങ് ചെയ്യുന്നത്. സന്തോഷം വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഷെയർ ചെയ്യാറില്ലേ? ഷെയർ ചെയ്യുന്നത് പല രീതിയിലാണെന്ന് മാത്രം. ഒന്ന് ഷെയർ ചെയ്യാമോ? എങ്ങനെയാണ് നിങ്ങൾ ഷെയർ ചെയ്യാന്ന്? സ്നാപ്ചാറ്റിലൂടെ. നമ്മളിപ്പോ നമുക്ക് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ നമ്മുടെ ഹസ്ബൻഡിന്റെയും കൂടെ ഉള്ള ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ഇട്ട് ഇത്ര വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇടും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കേക്ക് കട്ട് ചെയ്തതിന്റെ ഒരു ഫോട്ടോ, ആ സംഭവം നമ്മളപ്പോ അപ്പൊ നമ്മളത് ഇടുമ്പോ എന്നിട്ട് രാത്രി തന്നെ ഇത് എത്ര പേര് കണ്ടു ആ സാധനം കൂടെ നോക്കും. അപ്പൊ നമുക്കറിയാം ഇത്ര പേര് കണ്ടു, അപ്പൊ നമ്മുടെ ഉള്ളില് കുറച്ചു പേര് കണ്ടല്ലോ. അപ്പൊ അത് നമുക്കൊരു ചിലപ്പോഴാണെങ്കിലും അവരൊക്കെ കണ്ടല്ലോ എന്ന് ഒരു ഇത് തോന്നും. അത് കുട്ടികളെ സംബന്ധിച്ചിട്ടാവുമ്പോ വരുമ്പോ രണ്ടുപേരോട് പറഞ്ഞു അവരത് വേറെ എടുത്തേ ഇന്ന് അവർക്കൊരു സമ്മാനം കിട്ടി അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ അവർക്കത് ഉള്ളൊരു വേറൊരു സന്തോഷമാണ്. അപ്പൊ നമ്മളത് ഫോട്ടോ ഇവിടെ എന്റെ കൊച്ചാണെങ്കിലും നമുക്കിപ്പോ സ്കൂളിൽ ഒരു പരിപാടി നടന്നിട്ട് അവർക്ക് ഒരു സമ്മാനം കിട്ടിയാൽ അവൾ പറയാം അമ്മ അത് സ്റ്റാറ്റസ് വെക്കുമോ എന്ന് ചോദിക്കും. സമ്മാനം കിട്ടിയ സ്റ്റാറ്റസ് വെച്ചിട്ട് അവളും ഇതുപോലെ തന്നെ വന്നിട്ട് പറയും. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ചോദിക്കും ആരൊക്കെ കണ്ടമ്മേ എന്ന് ചോദിക്കും. എന്താണ് പറയാനുള്ളത്? ഗ്രിഗാറിയസ്നെസ്. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരിക്കുവാണെങ്കിൽ, അപ്പൊ എന്താ പറയാ, നമ്മളെ കേൾക്കാൻ നമുക്കൊരു സമയം അവര് തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്തിട്ട്, ഇതിപ്പോ എന്റെ കൂട്ടുകാരിയോടൊക്കെ എനിക്ക് എന്തും പറയാൻ പറ്റും, അവക്കാണേലും എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ. പിന്നെ പണ്ടത്തെ വെച്ച് ഇപ്പോഴല്ലേ നമ്മൾ ഈ കൗൺസിലിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ കേട്ടു തുടങ്ങിയത്. ഇപ്പൊ പണ്ടൊക്കെ എന്റെ അമ്മയുടെ ഒക്കെ എന്റെ അമ്മയ്ക്ക് എന്റെ ഈ പ്രായത്തിലൊന്നും ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ സംഭവങ്ങള്, മാനസിക ബുദ്ധിമുട്ട് അങ്ങനെ ഒരു കാര്യമൊന്നും ഇന്ന് വരെ ഞങ്ങൾ വീട്ടിൽ അങ്ങനെ പറയുമൊന്നും കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി ആ കുട്ടീനെ
ഇപ്പൊ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യാം. നമുക്ക് വീട്ടിലൊരു ഷെയറിങ് സംഭവം ഇല്ലാതെ വരുന്നു. അല്ലെങ്കിൽ വൈഫും ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് വേറെ ആരോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ കൗൺസിലിങ് അല്ലെങ്കിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന അങ്ങനെയുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പോയി. പക്ഷെ പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. സ്കൂളിലൊക്കെ പോയിട്ട് വന്നാലും ഞാനൊക്കെ ആണെങ്കിലും എൻ്റെ അമ്മ പറയും ഒന്നും മിണ്ടാതിരിക്കുന്ന എപ്പോഴും പറയും. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ കലവലാന്ന് ചലച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പാ. ഇപ്പൊ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യമാണെങ്കിലും വേറെ ഏതെങ്കിലും കുട്ടികളുടെ ഒരു ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഒരു ഫുഡിന്റെ കാര്യമാണെങ്കിൽ തൊട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മച്ചിയുടെ അടുത്ത്. അപ്പം ഇപ്പൊ അതെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ പിള്ളേര് വന്നു ബാഗൊക്കെ വലിച്ചെറിഞ്ഞു അവരുടേതായ ഒരു ലോകം മാത്രം. പക്ഷെ എന്റെ മക്കൾ അങ്ങനെയല്ല. പക്ഷെ ഒരു പരിധി വരെ കാണുന്നത് അങ്ങനെയാട്ടോ. എന്റെ മക്കളാണേലും അതെ വന്നു കഴിയുമ്പോ അമ്മ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അല്ലെങ്കിൽ മിഠായി തന്നു, എനിക്ക് കൊണ്ടുതരും. അങ്ങനെ എന്ത് കാര്യമാണേലും അവര് ഷെയർ ചെയ്യും. അപ്പൊ ഞാനാണേലും എന്റെ ജോലി സ്ഥലത്ത് നിന്ന് ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ കുറെ നേരം ചായ കുടിക്കുന്ന ഒരു സമയം ഞങ്ങൾ ഏറ്റവും അധികം വർത്താനം പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫാമിലിയിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുവാണെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ലാതെ ആവുന്ന എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ദിവസം എന്റെ അമ്മയുടെ അടുത്ത് നിന്നും മാറി നിൽക്കേണ്ടി വന്നാൽ പോലും കൂടി എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഞങ്ങൾ ചായ കൂടിയൊക്കെ നീണ്ടുപോകും. അങ്ങനെ കുറെ സമയം അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്രണ്ട്, നമ്മൾ കേൾക്കാനുണ്ടാവുന്ന നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നമുക്കുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഒത്തിരി ടെൻഷൻ ഇല്ലാതെ പോകാം. അപ്പൊ എന്റെ കൂട്ടുകാരിയാണെങ്കിൽ കെട്ടിയ ഒരു തല്ല് വെച്ച് കൊടുത്താലും അവൾ ഓടി വന്ന് പറഞ്ഞ് ഇച്ചിരി നേരം ഒന്ന് കരഞ്ഞു തീർന്നു കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം വീട്ടിൽ കരഞ്ഞുകൊണ്ട് വരുന്നവള് പിന്നെ ചിരിച്ചോണ്ടായിരിക്കും പോവുക. അങ്ങനെ എനിക്ക് പല പ്രാവശ്യം അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ആളുകള് എന്താ പറയാ ഫീലിങ്സ് ഷെയർ ചെയ്യുന്നത്, അതായത് നമുക്ക് പേഴ്സൺസിനെ 3ആയിട്ട് തിരിക്കാം. അങ്ങനെ നമുക്ക് നോക്കിയാല് എങ്ങനെയാണ്, കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്, 3 ടൈപ്പിലുള്ള ആളുകളുണ്ട് അല്ലെ? ഇല്ലേ? ഇൻട്രോവേർട്ട് ഉണ്ട്, എക്സ്ട്രോവേർട്ട് ഉണ്ട്, ആംബിവേർട്ട് ഉണ്ട്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാ മാം, ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സില് നിങ്ങൾ ഏത് ടൈപ്പിലുള്ളതാണെന്നൊന്ന് കണ്ടെത്തിക്കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് എന്തായിരിക്കണം? ഇൻട്രോവേർട്ട് ആയിരിക്കണോ, എക്സ്ട്രോവേർട്ട് ആയിരിക്കണോ, ആംബിവേർട്ട് ആയിരിക്കണോ? ഏത് കാറ്റഗറിയിലാണ് ടീച്ചേഴ്സ് വരുന്നതെന്നൊന്നും കൂടി കണ്ടെത്തിക്കൊണ്ടുവരിക കേട്ടോ. ഓക്കെ മാം, ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. അതായത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് മാത്രം ഞാൻ അവരുടെ ചെവി തിന്നുന്ന ടൈപ്പാണ് ഞാൻ. പക്ഷെ അല്ലാതെ പൊതുവെ അങ്ങനെ ആരുടെ അടുത്ത് അങ്ങനെ മിണ്ടൂല. ഞാൻ അങ്ങനെ മിണ്ടുന്നവരുടെ അടുത്ത് നന്നായിട്ട് മിണ്ടും. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മോണ്ടിസോറി TTC പഠിച്ച പിന്നെ ആദ്യമൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു. ഗ്രൂപ്പിലാണെങ്കിലും ഒരു മെസ്സേജ് ഇടൂല, ക്ലാസ്സിലാണെങ്കിലും ഒന്നും പറയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എല്ലാരും പറയുന്ന കേട്ട് ഞാനും ഇപ്പൊ എന്താ പറയാ എക്സ്ട്രോവേർട്ടിന്റെ അങ്ങേയറ്റായിരിക്കും. പുറത്താണെങ്കിലും ഇപ്പൊ ഞാൻ സ്കൂളിൽ ട്രെയിനിങ്ങിന് കയറി. ആ സ്കൂളില് എന്റെ ക്ലാസ്സിലുള്ള പിള്ളേര് മാത്രമായിട്ടല്ല, ആ സ്കൂളിലുള്ള മൊത്തം പിള്ളേരായിട്ട് ഞാൻ കമ്പനിയാണ്. അതുപോലെ തന്നെ ടീച്ചർമാരുമായിട്ട്. എനിക്ക് അധികം ഏജ് ഡിഫറൻസ് ഇല്ല ആ പിള്ളേര് ഞാനും തമ്മില്. അപ്പൊ അതുകൊണ്ട് അവരെല്ലാ കാര്യം വന്ന് എന്റെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യും. നിസാരിപ്പൊ ഒരു ക്രഷ് അടിച്ചാ വരെ എന്റെ അടുത്ത് ഒന്ന് പറയും. ഇപ്പൊ കൂടെയുള്ള ടീച്ചർമാര് പറയും, കണ്ടോ ഇപ്പൊ നമ്മളെ ഒന്നും വേണ്ട, ഇപ്പൊ പുതിയ ടീച്ചറിനെ കിട്ടി, ഇപ്പൊ അവളെ മതി, ഇപ്പൊ നമ്മളെ ഒന്നും ആരും മൈൻഡ് ചെയ്യൂല, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷാ. കാരണം നേരത്തെ എന്ന് പറഞ്ഞ ആൾക്കാർ പറയും അവളോ പുറത്തിറങ്ങി ഒരാളുടെ മനുഷ്യന്റെ മുഖത്ത് വെക്കൂല, മിണ്ടൂല. ബന്ധുക്കൾ തന്നെ പറയും അങ്ങനെ അധികം മിണ്ടൂലെന്നൊക്കെ. ഇപ്പൊ ചോദിക്കണ വായം നടക്കാവുന്ന കഴിക്കണേ. ഓക്കെ അപ്പൊ നമുക്ക് എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സില് ടീച്ചർ ഏത് കാറ്റഗറിയിലാണെന്ന് കണ്ടെത്തിക്കൊണ്ടുവരിക, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്ന് കണ്ടെത്തിക്കൊണ്ടുവരിക. ഒരു കാര്യം ചോദിച്ചിട്ട്, നമ്മുടെ കഴിഞ്ഞ ദിവസം ആ സാർ ഇട്ടിരുന്ന ഒരു അസൈൻമെന്റ് ഉണ്ടല്ലോ, അതിന്റെ കാര്യത്തെ പറ്റി സാറ് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും? അത് നിങ്ങൾ ചെയ്യാനാണ്, MT സ്റ്റുഡൻസിന് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള അസൈൻമെന്റ് ആണത്. അതെ നമുക്കത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് എങ്ങനെ ചെയ്യണം, അതിന്റെ എന്തെങ്കിലും ഒരു കാര്യം? അതെനിക്ക് തോന്നുന്നു ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുവാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഞാൻ ലീവായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച, അതുകൊണ്ട് പോയിട്ടില്ല ഓഫീസിൽ. ഇടാൻ പറയുവാണെങ്കിലേ നമ്മളിപ്പം സ്മാർട്ട് സ്ക്രീനെ വെച്ചിട്ടാണോ ആഡ് ചെയ്യണ്ടേ, അതോ അല്ലാതെ നമ്മൾ പോകുന്ന ഏതെങ്കിലും ഒരു സ്കൂളിനെ വെച്ചിട്ടാണോ ചെയ്യണ്ടേ, ഏതെങ്കിലും ഒരു സ്കൂൾ ബേസ് ചെയ്താണോ ചെയ്യണ്ടേ? അതിന്റെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസും കൂടെ ആ സാറിനോട് ഒന്നിടാൻ പറയണം കേട്ടോ. പറയാം. ഇത് വീഡിയോ ആയിട്ടാണോ ചെയ്യേണ്ടത്, അതല്ല അതിന്റെ സ്ക്രിപ്റ്റ്
കറക്റ്റ് എഴുതാണോ അതൊരു ധാരണ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല അല്ലെ? അതായത് അത് ഞാൻ എഴുതി ചോദിച്ചിട്ട് സബ്മിറ്റ് പറയാം. ചെയ്യാണോ വേണ്ടത്, നമ്മള് അത് വീഡിയോ ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ട് എടുക്കുകയാണോ വേണ്ടത്, അതൊരു ഡൗട്ട് ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. അസൈൻമെന്റ് ആയിട്ട് ഇതിനെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ ഒന്നും അസൈൻമെന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് സബ്മിറ്റ് തന്നില്ല മാം. എക്സ്പ്ലെയിൻ ചെയ്തത്? അത് ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ലീവ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്നും ഉണ്ടായിരുന്നില്ല, 2 ആഴ്ചയായി വന്നിട്ട്. ഇപ്പൊ എന്നാ വന്നേ? അപ്പൊ ഞാൻ അപ്പൊ ചോദിക്കട്ടെ. അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എന്താ വെച്ചാൽ ഒന്നും അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ക്ലാസ് റൂമിൽ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല അല്ലെ? ഓക്കെ. വീഡിയോ ആയിട്ടാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഡൗട്ട്? ഒന്നും കൂടി പറഞ്ഞു ജീന. അല്ല, അതിനെ കുറിച്ച് ഒന്നും അറിയില്ല മാം, എന്താണെന്നുള്ളത് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഇടാനായിട്ട് explain ചെയ്ത് പറയണം അല്ലെ? തന്നിട്ടില്ല. അതെ അതെ. ഓക്കെ ഓക്കെ, പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോറേഷൻ പറഞ്ഞു, ഓർഡർ പറഞ്ഞു, ദെൻ ഗ്രിഗാറിയസ്നെസ് പറഞ്ഞു. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.